السلام عليكم ورحمة الله. الحمد لله رب العالمين، والصلاة والسلام على سيد الأنبياء والمرسلين نبينا محمد وآله وصحبه أجمعين. أما بعد. പിരിസത്തിര സഹോദരങ്ങളെ സഹോദരിമാരെ, റമളാനുൽ മുബാറക്കിലാണ് നാം ഇരിക്കുന്നത്. ആത്മവിശുദ്ധിയുടെയും ആത്മസംസ്കരണത്തിൻ്റെയും മാസമായിട്ടിക്കരെ റമളാൻ ലോകത്തിൻ്റെ നാനാഭാഗത്തുമുള്ള വിശ്വാസി സമൂഹം അള്ളാഹുവിൻ്റെ ഭവനമായിട്ടിക്കരെ പള്ളികളെ ഇബാദത്തുകൾ കൊണ്ട് അലങ്കരിക്കുന്നതായിരിക്കരെ മാസം. ഇബാദത്തുകളിലൂടെ, പ്രാർത്ഥനകളിലൂടെ, അതേപോലെ അള്ളാഹുവിൻ്റെ ദിക്റുകളിലൂടെ ഈ മാസത്തെ വിശ്വാസി സമൂഹം അലങ്കരിക്കുകയാണ്. അള്ളാഹുവിൻ്റെ അപാരമായിട്ടിക്കരെ അനുഗ്രഹാശിസ്സുകൾ, അവൻ്റെ ആശീർവാദങ്ങൾ, അവൻ്റെ കരുണാ കടാക്ഷങ്ങൾ എല്ലാം ഒരുമിച്ച് കൂടിയതായിട്ടിക്കരെ സന്നിവേശിച്ചിട്ടുള്ളതായിട്ടിക്കരെ ഒരു മാസമായിട്ടിക്കരെ റമദാനിട്ട് ചൊല്ലുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ റമദാനിലെ ഷഹ്റു സ്വബർ, സ്വബറിലെ മാസം കൊണ്ട് അള്ളാഹു റസൂൽ ഇതിനെ വിളിച്ചത്. ധാരാളം സബൂർ ചെയ്യേണ്ടതായിട്ടിക്കരെ ഒരു മാസം. സബൂർ ചെയ്യണകോ, ക്ഷമിക്കണകോ, പടിപാട്ടരെ അതിനെ പരിശീലിപ്പിക്കരുതായിട്ടിക്കരെ മാസമായിട്ടിക്കരെ റമദാനിട്ട് ചൊല്ലുന്നത്. ഓരോ സത്യവിശ്വാസിയും അവൻ്റെ മനസ്സിലെ പാപത്തിലെ മാലിന്യങ്ങളിൽ നിന്ന്, പാപക്കറകളിൽ നിന്ന് കഴുകി ശുദ്ധീകരിക്കുന്നതായിരിക്കുന്ന മാസം. നോമ്പിലൂടെ ഓരോ വിശ്വാസി അവൻ്റെ മനസ്സിലെ വിദ്വേഷങ്ങൾ, വൈരാഗ്യങ്ങൾ, അഹന്ത, അകതന, പക ഇതെല്ലാം കഴുകി ശുദ്ധീകരിക്കണകോ നോമ്പിലൂടെ കഴിയുമെന്ന് ഹദീസിലൂടെ നമ്മെ പഠിപ്പാട്ടത്. അതുകൊണ്ട് തന്നെ ഈ റമളാൻ മാസത്തിൽ ഓരോ സത്യവിശ്വാസിയും അവൻ്റെ മനസ്സിനെ സംസ്കരിക്കണക്ക് വേണ്ടി അവൻ ശ്രമിക്കണം. മനസ്സിനെ നിയന്ത്രിക്കണക്ക് വേണ്ടി. എന്നല്ലാണ്ട് മനസ്സ് മനുഷ്യരെ നിയന്ത്രിക്കുന്ന ഒരവസ്ഥ ഒരിക്കലും ഉണ്ടാകണക്ക് തീരാ. അങ്ങനെയായിപ്പോയാൽ അവൻ്റെ ജീവിതം തന്നെ താറുമാറായി പോകും, പാളിപ്പോകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചരന്മാർ, സഹാബത്തുൽ കിറാം, അവരുടെ നോമ്പ് അത്തരത്തിലുള്ള നോമ്പായിട്ട് നിന്നിട്ട് നമുക്ക് ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. മഹാനായ സ്വഹാബി അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു, അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പ്രഗൽഭനായിട്ടിക്കരെ ഒരു സ്വഹാബിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖാദിം, സേവകൻ എന്നറിയപ്പെടുന്ന സഹാബി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചരന്മാരിൽ ഖുർആനിൽ ആഴമായി പാണ്ഡിത്യമുള്ള 10 സഹാബികളിൽ ഒരാളായിട്ട് അബ്ദുല്ലാഹിബ്നു മസ്ഊദ്. ആ സഹാബിരട്ടെ ഒരാൾ കേക്കറ്, റമളാനിലൂടെ നിങ്ങൾ എങ്ങനെയാണ് കഴിഞ്ഞു പോകുന്നത്? റമളാൻ മുഴുവനും നിങ്ങൾ എങ്ങനെ അതിനെ സ്വീകരിക്കരുത്? ആ സമയത്ത് അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു ചൊല്ലുന്നു, റമളാൻ മാസം ഉറപ്പായി കഴിഞ്ഞാൽ ഞങ്ങളിൽ ഓരോരുത്തരും പ്രവാചകന്റെ അനുചരന്മാർ അവരുടെ മനസ്സുകളിൽ തൻ്റെ സഹോദരനെ സംബന്ധിച്ച് യാതൊരു വിധത്തിലുള്ള പക, അകത്തന, വിദ്വേഷം, വൈരാഗ്യം ഒരിക്കലും ഉണ്ടാവുകയില്ല. തെല്ല് പോലും ഉണ്ടാവുകയില്ല. ലവലേശം പോലും, ഒരു കടുകുമണിയുടെ അത്ര തൂക്കം പോലും, ഒരു സാസിവകാരുടെ അത്ര പോലും അവൻ്റെ മനസ്സിൽ തൻ്റെ മുസ്ലിമായ സഹോദരനെ സംബന്ധിച്ച് പകയോ വിദ്വേഷമോ ഒരിക്കലും ഉണ്ടാവുകയില്ല. ഇതാണ് റമളാൻ മാസത്തിൽ ഞങ്ങളുടെ അവസ്ഥ. അങ്ങനെ നമ്മുടെ മനസ്സിനെ
സ്ഫുടമാക്കുക, കളങ്കമില്ലാത്ത മനസ്സാക്കുക, ഹൃദയവിശുദ്ധി. ആ ഹൃദയവിശുദ്ധിയോട് കൂടെ ആയിട്ട് ഇന്ന് സഹാബത്തുൽ കിറാമിരെ നോമ്പ് അങ്ങ് റമദാനിലെ ആ നിലക്കായിട്ട് എന്ത് സ്വീകരിക്കരുത്. പരിശുദ്ധ ഖുർആനിൽ ഒരു പ്രാർത്ഥന തന്നെ അല്ലാഹു തആല നമുക്ക് പഠിപ്പാട്ടിട്ടുണ്ട്. റബ്ബന ഗഫിർ ലനാ വലിഇഖ്വാനിന അല്ലദീന സബഖൂനാ ബിൽഈമാൻ വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൻ ലില്ലദീന ആമനൂ റബ്ബനാ ഇന്നക റഊഫുർ റഹീം. ഞങ്ങളുടെ നാഥ, ഞങ്ങൾക്ക് നീ പുറത്തു തരണം. അതേപോലെ തന്നെ വിശ്വാസം, സത്യവിശ്വാസം സ്വീകാരമാക്കിയതായിട്ടിക്കരെ ഞങ്ങൾക്ക് മുന്നേ കഴിഞ്ഞു കടന്നുപോയ ആളുമാർക്കും നീ പുറത്തു കൊടുക്കണം. ഞങ്ങളുടെ മനസ്സിൽ ഞങ്ങളുടെ സഹോദരങ്ങളായ സത്യവിശ്വാസികളോട് തെല്ല് പോലും ഹകത്തന, പക, വിദ്വേഷം അത് നീ ഇട്ടേക്കരുത്, ഇട്ട് തരരുത് നാഥ എന്ന് പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി അല്ലാഹു തആല നമ്മെ പഠിപ്പാട്ടത്. എന്ന് മാത്രമല്ല, പരിശുദ്ധ ഖുർആനിലെ സൂറത്തു ശുഅറായിൽ അല്ലാഹു തആല ചൊല്ലുന്നു, യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. നാളെ പരലോകം ചെന്നെങ്കിൽ അവിടെ സ്വത്തോ വിത്തോ സമ്പത്തോ മക്കളോ സന്താനങ്ങളോ ഒന്നും പ്രയോജനപ്പെടാതെ, പിന്നെ ഇല്ലാമൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം, നിഷ്കളങ്കമായിട്ടിക്കരെ, സ്ഫുടമായതായിട്ടിക്കരെ, വിശുദ്ധമായ മനസ്സിൻ്റെ ഉടമകൾ അവർക്ക് മാത്രമേ നാളെ അവിടെ രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊല്ലുന്നു. നോക്കൂ, മഹാനായ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ചരിത്രം. അദ്ദേഹം തൻ്റെ ജീവിതത്തിൽ ഒരുപാട് പരീക്ഷണങ്ങൾക്ക് വിധേയനായിട്ടിക്കര ഒരു മനുഷ്യനായിട്ടുണ്ട്. ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ച മനുഷ്യൻ. അദ്ദേഹം അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിലെ ആ വിശ്വാസത്തിൽ അടിയുറച്ചു നിന്നതിൻ്റെ പേരിൽ അദ്ദേഹത്തിന് ആ കാലഘട്ടത്തിലെ മുസ്ലിമീങ്ങളായ ഭരണാധികാരികളിൽ നിന്ന് ചെമ്മ എതിർപ്പുകൾ, ചെമ്മ ശാരീരികമായ മാനസികമായിട്ടിക്കരെ പ്രയാസങ്ങൾ, പീഡനങ്ങൾ, ഉപദ്രവങ്ങൾ ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്. അദ്ദേഹത്തെ അക്കാലഘട്ടത്തിൽ ഉപദ്രവിക്കണകോ, ശാരീരികമായും മാനസികമായും അയാളെ പ്രയാസപ്പെടുത്തണകോ, പീഡിപ്പിക്കണകോ നേതൃത്വം ഏറ്റെടുത്ത ആളായിട്ടെന്ത് ആ കാലഘട്ടത്തിൽ നിന്ന് അബ്ബാസിയ ഖലീഫയായിട്ടിക്കരെ മുഅ്തസിം എന്ന് ചൊല്ലുകയാണ്. ആ മുഅ്തസിം ചെമ്മ അദ്ദേഹത്തെ ദ്രോഹിച്ച ഒരു മനുഷ്യനാണ് ശാരീരികമായി. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ ചാട്ടവാറുകൊണ്ട് അടിയേറ്റതിൻ്റെ ഫലമായി മുറിവുകളുണ്ടായി, വ്രണങ്ങൾ, ഗായങ്ങളുണ്ടായി. അങ്ങനെ അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു. ആശുപത്രിയിൽ അദ്ദേഹത്തെ ചികിത്സിക്കുന്നു വൈദ്യന്മാർ, വിശഗ്വരന്മാർ, ഡോക്ടർമാർ. ഇങ്ങനെ ചികിത്സിക്കുന്ന സന്ദർഭത്തിൽ അയാളെ വായിൽ എന്തോ ഒരു പളക്ക ഇങ്ങനെ ചൊല്ലുന്നത് അങ്ങക്ക് അനുഭവപ്പെട്ടു. നോക്കുമ്പോൾ അദ്ദേഹം ചൊല്ലുന്നത് എന്തിനെ? അദ്ദേഹം പ്രാർത്ഥിക്കൽ അല്ലാഹുരട്ടെ. എന്തിനായിട്ട് പ്രാർത്ഥിക്കരുത് നോക്കണം. അല്ലാഹുമ്മ ഗഫിർ ലി ഖലീഫ മുഅ്തസിം. എന്തിന്? മുഅ്തസിം, ഖലീഫ മുഅ്തസിംക്ക് അല്ലാഹ് നീ പുറത്തു കൊടുക്കണുണ്ട്. ആരാണ് ഖലീഫ മുഅ്തസിം? ധിക്കാരിയായ ഭരണാധികാരി. മഹാനായ അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി പീഡിപ്പിക്കതായിരിക്കുന്ന, ദ്രോഹിച്ചതായിരിക്കുന്ന ആ ധിക്കാരിയായ ഭരണാധിക്ക് പുറത്തു കൊടുക്കണം അല്ലാഹുരട്ടെ പ്രാർത്ഥിക്കുമ്പോൾ അയാളെ ശുശ്രൂഷിക്കരെ, ട്രീറ്റാക്കരെ ഡോക്ടർമാർക്ക് തന്നെ അത്ഭുതപ്പെട്ടു പോയി. നിങ്ങളെ പീഡിപ്പിച്ച, ദ്രോഹിച്ച ഖലീഫക്ക് നിങ്ങളിങ്ങനെ പ്രാർത്ഥിക്കരുതാണ്. അത് അദ്ദേഹം കൊടുത്ത മറുപടി നോക്കൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളിട്ട് അതാണ് ചൊല്ലുന്നത്. അള്ളാഹു അങ്ങനെയാണ് ഞങ്ങളിട്ട് സത്യവിശ്വാസികളിട്ട് പഠിപ്പാട്ടുന്നത്. കാരണം നമുക്ക് എത്ര തെറ്റുകൾ നമ്മുടെ ജീവിതത്തിൽ വന്നു പോയാലും അതെല്ലാം വിട്ടുപൊറുക്കുന്നവനായിട്ടിക്കറ റബ്ബ് സുബ്ഹാനഹു വ തആല. ആ റബ്ബിന്റെ മഗ്ഫിറത്ത് ഞങ്ങൾക്ക് വേണം.
അതുകൊണ്ടായിരിക്കണം ഞങ്ങൾ മറ്റുള്ള നമ്മുടെ സഹോദരങ്ങളായ ആൾമാർക്ക് പുറത്തു കൊടുക്കേണ്ടത്, വിട്ടുവീഴ്ച ചെയ്യേണ്ടത്, ഞങ്ങളെ ക്ഷമിക്കരുത്. അത് നമുക്ക് നമ്മുടെ ബാധ്യതയായിരിക്കണം. ഈ ഒരു വിശാലമായ മനസ്സ് പരിശുദ്ധ ഖുർആനിൽ സൂറത്തു നൂറിൽ ഒരായത്ത് കാണാം, ഒരു സംഭവം കാണാം. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിയായിട്ടിക്കര ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല അൻഹ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മകളായിട്ടിക്കര ആയിഷ റളിയല്ലാഹു അൻഹയുടെ പേരിൽ ഒരു കിംവദന്തി പരത്തിയതായിരിക്കുന്ന ഒരു സംഭവം, ഒരു അപപ്രചാരം നടത്തിയതായിരിക്കുന്ന ഒരു സംഭവം ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം. ഹദീസുൽ ഇഫ്ക് എന്നിട്ടാണ് ആ ഹദീസിക്ക് ചൊല്ലുന്നത്. ചൊന്നെങ്കിൽ ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ പേരിൽ അപപ്രചാരം നടത്തി. അതിൽ പിറവിലുണ്ടായത് പ്രധാനമായും ഇസ്ലാമിന്റെ മുഖത്തേക്ക് കരിവാരിത്തേക്കരുതായിട്ട് ഇക്കര കപടവിശ്വാസികൾ, മുനാഫിക്കീങ്ങളായിട്ട് അബ്ദുല്ലാഹിബ്നു ഉബയ്യബ്നു സലൂലിന്റെ ചെന്ന കപടവിശ്വാസികളുടെ നേതാവായിട്ടും തിതുകും ഈ അപപ്രചാരത്തിനും നേതൃത്വം കൊടുത്തത്. എന്നാൽ ആ കപടവിശ്വാസികളുടെ ഒട്ടിಗೆ ചില മുഗ്ധരായിട്ടിക്കരെ, നിരപരാധികളായിട്ടിക്കരെ മുസ്ലിമീങ്ങൾ, കുറച്ച് മുസ്ലിമീങ്ങളും അങ്ങനെ ഒട്ടിക ഉണ്ടായി. അതിൽ ഒരാളായിട്ട് അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിന്റെ കുടുംബ സംബന്ധികരായിട്ടിക്കരെ ഒരാൾ, മിസ്തഹ് ഇബ്നു അസാസാണ്ടായിട്ട് അയാളുടെ പേര്. ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ പേരിൽ അപപ്രചാരം നടത്തിയതിൽ അയാൾ ബിന്ത്. ഈ മിസ്തഹ് ഉണ്ട് ചെന്നെങ്കിൽ ഒരു പാവപ്പെട്ട ഒരു മനുഷ്യനായിട്ട്, ദരിദ്രനായ ഒരു മനുഷ്യൻ, മഹാനായ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തിന് ചെമ്മ സഹായം ചെയ്യരെ, ചെമ്മ ഉപകാരാക്കര ഒരാളായിട്ട് മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു. എന്നാൽ തൻ്റെ സ്വന്തം മോള് ആയിഷയെ അപപ്രചാരം നടത്തിയതറിഞ്ഞപ്പോൾ, ഈ അപപ്രചാരം നടത്തിയ കൂട്ടത്തിൽ മിസ്തഹിണ്ട് ചൊല്ലുന്ന കുടുംബക്കാരനും ഉണ്ടിട്ട് അറിഞ്ഞപ്പോൾ അദ്ദേഹം അവിടെ നിന്നൊരു ശപഥം ചെയ്യൽ, ഒരു പ്രതിജ്ഞ എടുക്കൽ. എന്തിനുണ്ട് ചെന്നെങ്കിൽ ഇനി മുതൽ ഞാൻ ഈ മിസ്തഹക്ക് ഒരു ഉപകാരവും ഒരു സഹായവും ഞാൻ ചെയ്യലായിട്ട് അദ്ദേഹം ശപഥം എടുക്കരുത്. അപ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അബൂബക്കറുടെ നിലപാട്, അബൂബക്കറിനെ പോലത്ത ഉയർന്ന ശ്രേഷ്ഠതയുള്ള മനുഷ്യനക്ക് അത് ഒരിക്കലും ഭൂഷണമല്ലാണ്ട് ചൊന്ത് ആയത്ത് തന്നെ അവിടെ അല്ലാഹു തആല ഇറക്കരുത്, അവതരിപ്പിക്കരുത് നമുക്ക് കാണാൻ സാധിക്കും. വലാ യഅ്തലി ഉലുൽ ഫദ്ലി മിൻകും വസ്സഅ അൻ യുഅ്തു ഉലിൽ ഖുർബാ വൽ മസാകീന വൽ മുഹാജിരീന ഫീ സബീലില്ലാഹ് ഫല്യഅഫു വൽയസ്ഫഹു അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും വല്ലാഹു ഗഫൂറുർ റഹീം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരായത്ത് തന്നെ ഇറക്കി. എന്തേ ഒരിക്കലും ശബ്ദം ചെയ്യണക്കൂ, തീരാ ശ്രേഷ്ഠതയുള്ള സാമ്പത്തികമായിട്ടിക്കരെ, ആർത്ഥികമായിട്ടിക്കരെ സാമർഥ്യമുള്ള ആളുമാർ, അനുഗ്രഹീതരായ ആളുമാർ, അങ്ങളെ കുടുംബ സംബന്ധികർക്ക് അല്ലെങ്കിൽ പാവത്തങ്ങൾക്കു ദരിദ്രന്മാർക്ക്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ റായപ്പെട്ടു പോവർ, വലസ പോവർ ആൾമാർക്ക് ഒരു സഹായവും ചെയ്യല, ഒരു ഉപകാരവും ചെയ്യലാണ്ട് ഒരിക്കലും അങ്ങനെ സത്യം ചെയ്യണക്ക് തീരാ, ശപഥം ചെയ്യണക്ക് തീരാ, പ്രതിജ്ഞ എടുക്കണക്ക് തീരാണ്ട് ചൊന്ത് ഈ വിഷയകമായി അല്ലാഹു തആല ആയത്ത് അവതരിപ്പിച്ച്. എന്നിട്ട് അല്ലാഹു തആല അവിടെ കേൾക്കരുത്, അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും, അല്ലാഹു നിങ്ങൾക്ക് ക്ഷമ നൽകണോ, നിങ്ങൾക്ക് പുറത്തു തരണോട്ടോ, നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ, നിങ്ങൾ അങ്ങനെ ഇച്ഛിക്കുന്നില്ലേ? അല്ലാഹു ഗഫൂറുർ റഹീം, അല്ലാഹു തആല വാത്സല്യപൂർണനായിട്ടിക്കറ, ചെമ്മ അപാരമായി പുറത്തു തരുന്നവനായിട്ടിക്കറ എന്ന് അല്ലാഹു തആല ആയത്ത് അവതരിപ്പിച്ചു. ഈ ആയത്ത് ഇറങ്ങിയപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പിടിയായിട്ട്, ഞാൻ ഈ ചെയ്ത നിൻ്റെ ഈ നിലപാട്, നിൻ്റെ ഈ ധോരണെ ഒരിക്കലും ശരിയായില്ല. അദ്ദേഹം തിരുത്തി. അല്ലാഹു തആല കേട്ടതൊക്കെ ബലാ തുഹിബ്ബൂന യഗ്ഫിറല്ലാഹു ലക്കും, അല്ലാഹു നിങ്ങൾക്ക് പുറത്തു തരുന്നുണ്ട്, നിങ്ങൾ ഉദ്ദേശിക്കുന്നില്ലേ, നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലേ? ബലാ യാ റബ്ബ്, അതേ അല്ലാഹുവേ നിൻ്റെ ഭാഗത്ത് വന്നു പോയൊരു അബദ്ധമാണെന്ന് അദ്ദേഹം മനസ്സിലാക്കി ആ തെറ്റ് തിരുത്തി. പിന്നെ അദ്ദേഹം തൻ്റെ സ്വന്തം മകളുടെ കാര്യത്തിൽ അപപ്രചാരം നടത്തിയിട്ടിരിക്കരെ ആ മിസ്തഹ്, ആ സമ്പത്തിക്കണക്ക് ഉപകാരമാക്കരുത് അദ്ദേഹം പിന്നെ തുടർന്നു കണ്ടിന്യൂ ആക്കി എന്ന് കാണാൻ സാധിക്കും. ഇതാണ്
റമദാൻ നോമ്പിലൂടെ നാം ശീലിക്കേണ്ടത്. ഈ നിലക്കുള്ള ഹൃദയ വിശാലതയായിട്ടിക്കണം നമുക്ക് ഈ റമദാൻ മാസത്തിലൂടെ ഉണ്ടാകേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഹൃദയത്തിന് വിശാലത നൽകുമാറാകട്ടെ. പാപ പങ്കിലമായ നമ്മുടെ മനസ്സിനെ പാപരഹിതമായ നിലക്ക്, പാപമുക്തി നേടിയ നിലക്ക് നാളെ നരകത്തിൽ നിന്നിട്ട് മോചനം ലഭിക്കുന്ന സജ്ജനങ്ങളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. വാഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.